ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ കുതിര സെറ്റ് ഉണ്ട്. അത് അമ്മീന്റെ കുതിര. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? കുതിരോട് പോവാൻ പറഞ്ഞതാ. ബ്രേക്ക് വലിച്ചാ മതി. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത്? ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഫ്രണ്ട്സ് ഞാൻ ഓട്ടാൻ പഠിച്ചു. എനിക്ക് ഇതിന്റെ ഫുൾ ടെക്നിക്ക് മനസ്സിലായിട്ടോ. ഇതാണ് ഞാൻ ഓടിച്ചത്. ജ്യൂസി എന്നാണ് പേര്. കുതിരക്ക് ഒരു അനുസരണയില്ല. എന്നെ കൊണ്ട് ഓടി ഞാൻ പോയി കവന്നടിച്ച് വീഴും. ഫ്രണ്ട്സ് ഞാൻ ഊട്ടിയിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കൂട്ടുകാരൻ ഞങ്ങളെ ചതിച്ചു. അപ്പോൾ ആ വാശിക്ക് ഞങ്ങൾ 2 പേരും കൂടി ഊട്ടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് നാളെ ഊട്ടി ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ പകുതി എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മളെ സാധനങ്ങൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ്. കുട്ടുമിക്ക എല്ലാവർക്കും അറിയുണ്ടാവും ഈ സ്ഥലം. കാരണം ഊട്ടിയിലെ ഫേമസ് സ്ഥലമാണ്. മാങ്ങ വാങ്ങാൻ പോകും. ഇതെന്താ കടലയോ? ഒന്ന് ടേസ്റ്റ് നോക്കാൻ ഒരു കയ്യിൽ തരാൻ പറ്റുമോ? ചേട്ടാ ഞാൻ ബേൽപൂരി കഴിക്കാൻ പോവാണ്. എന്റെ ഫേവറേറ്റ് ബേൽപൂരിയാണ്. ബേൽപൂരി കഴിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പ്. ചേച്ചി വരുന്ന വഴിക്ക് കണ്ടൊരു ലേക്കാണ്. പച്ചക്കളം ഇറങ്ങിയത് കാരണം അതല്ല, അവിടെയൊക്കെ നിറച്ച ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ മീൻ മറ്റേ ചൂണ്ട കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് കൊണ്ടുവരാൻ പറ്റിയില്ല. ഉണ്ടെങ്കിൽ ഇട്ടോക്കെയായിരുന്നു. ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ റൂം കണ്ടുപിടിച്ചു. റീല് കണ്ടിട്ട് വന്നതാണ്. 500 രൂപയ്ക്ക് റൂം ഉണ്ട് കണ്ടിട്ട് വന്നതാണ്. നമുക്ക് നോക്കി നോക്കാം 500 രൂപയ്ക്ക് റൂം എങ്ങനെയുണ്ട്, റൂം കിട്ടുമോ എന്നൊക്കെ പോയി നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ 600 ആണ് ഉള്ളത്. അതായത് അഡീഷണൽ ഹോട്ട് വാട്ടർ വേണമെങ്കിൽ നമുക്ക് 600 ആണ്, അല്ലെങ്കിൽ 500 രൂപയ്ക്ക്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. സംഭവം ഒക്കെയാണ്. ഊട്ടിയിൽ വന്നിട്ട് ഈ നമുക്ക് ചില ആൾക്കാർക്ക് വരുന്ന പ്രശ്നമുണ്ട്. വൈകിട്ട് അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ നിന്നിട്ട് റൂമില്ലാത്തൊരവസ്ഥ. ഇവിടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. ஓகே, இது என்னுடைய நம்பர். காலையில் உங்களுக்கு எந்த டைம் மோட்டிவேட்டர் வேணுமோ இந்த நம்பர் கூப்பிடுங்க, நான் போட்டு விட்டுறேன். 600 രൂപയാവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. ഇത് ഡേ 2. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബോട്ട് സ്ലൈഡ്. മിഴിയോരം നനഞ്ഞൊഴുകും മഞ്ഞൾ വിരിഞ്ഞ
സ്ഥലമായിട്ട് വരുന്നുണ്ട്. ഈ സ്ഥലമൊക്കെ ഞങ്ങൾ വെറുതെ വണ്ടി പോകുന്ന സ്ഥലം. വ്യൂ നോക്കി, എന്താ അറ്റം കാണില്ല. ഇത് കണ്ട കടലാന്ന് തോന്നുന്നു, പക്ഷെ ഇത് പുഴ ഒരു ലേക്കാണ്. മൊത്തം കോട മൂഴിയണല്ലോ. ഒരു സെറ്റ് അപ്പുറത്ത് ഡാമുണ്ട്. ഞങ്ങൾ ഇതൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചവരല്ല, പക്ഷെ ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി ആണോ. ഇവിടുന്ന് ഒരു മീൻ പിടിക്കുന്നതാണ് എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു ചൂണ്ട ഇട്ടിട്ട് ഞാൻ തന്നെ ഒരു മീനെ പിടിച്ചു വന്ന് ഒരു ചൂണ്ടയെ കോർത്തിട്ട് എറിഞ്ഞ് അതിനെ പിടിച്ച് അത് കത്തിച്ച് അങ്ങനെ സാധനം ഞാൻ എടുത്തിരിക്കും. വഴി ഒരു നല്ലൊരു സ്പോട്ട്. ഷോലൂർ വ്യൂ പോയിന്റ് പോണ വഴി ഒരു സ്ഥലം കണ്ടാണ്. കിട്ടില്ല സ്ഥലം. ഹൗസ് ഓഫ് ഡ്രാഗൺസിൽ ഡ്രാഗൺസിൻ്റെ മുട്ട പോലൊരു സാധനം ഉണ്ടാവും. ഇത് ഇവിടുത്തെ പൈൻ മരത്തിൻ്റെ കായാണിത് കണ്ടോ. ആ മീന് ഭയങ്കര ക്ഷീണമുണ്ട്, അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ കുതിര സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുതിര, അത് അമ്മീൻ്റെ കുതിര. ഞാൻ കേറിട്ടോ കുതിരമേ. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കുതിരമേള ഏറെ പറയാം. ഓക്കെ ഓക്കെ. അങ്ങനെ എന്നെ இது லெஃப்ட்ல இழுத்தா லெஃப்ட்ல போகும், ரைட்ல இழுத்தா ரைட்ல போகும், வலிச்சு பிடிச்சா நிற்கும், நீசிட்டா போகும். ഓക്കെ, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. வலிச்சா நிற்கும், நீசிட்டா போகும். ഇതാണ് റൂട്ട്. അനക്ക ആളില്ലേ ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിക്കണ. ஏதோ அந்த குதிரையை அப்படியே நிறுத்துனாங்க. அவனுக்கு தெரியாது குதிரை எப்படி நிறுத்துறது. ഫ്രണ്ട്സ്, ഞാൻ കുതിരനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇത് ലെഫ്റ്റ് അല്ല, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. നമ്മൾ ഇങ്ങനെ തട്ടിയാൽ ഇത് പോകും, ഇങ്ങനെ വലിച്ചാൽ ഇത് നിൽക്കും. ഫേസ് വരുന്നുണ്ട്. എടാ ഞാൻ പഠിച്ചടാ. പഠിച്ചോ? നീ എന്താ കുതിരപ്പുറത്തിരുന്ന് ഹോൺ അടിക്കണ? ഇതെന്താ പോവാത്തെ? ഇത് പോണില്ലേ?
ഫ്രണ്ട്സ് ഇത് അടിപൊളിയാണ് കേട്ടോ കുതിര. നമുക്കിവിടെ സൈഡിലേക്ക് പാർക്ക് ചെയ്യാനുള്ള സെറ്റ് ഞാൻ കാണിച്ചു തരാം. അത് ലെഫ്റ്റിലേക്ക് എടുക്കുന്നു, എന്നിട്ട് ഇത് വലിച്ചു പിടിക്കുന്നു. നമുക്ക് അമ്മയും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എടാ അവിടെ എത്തുമ്പോൾ ബ്രേക്ക് ചെയ്യണേ. ജോര വിട്, സറ്റപ്പാണിത്. ആണോ? അണ്ടാ ഒന്ന് വിട്. ഈ ബ്രേക്ക് ഫ്രണ്ട്സ്, ഞാൻ ഓട്ടാൻ പഠിച്ചു. എനിക്ക് ഇതിന്റെ ഫുൾ ടെക്നിക്ക് മനസ്സിലായിട്ടോ. അമ്മീൻ ഫ്രണ്ട് പോയി, ഞാൻ ഈ ബാക്കിൽ ഓട്ടി വരാം. സ്ട്രൈറ്റ് ആ പോറதுக்கு என்ன பண்ணனும்னா അത് സ്ട്രൈറ്റാ പോടാ. ഇത് പോതും ഫ്രണ്ട്സ്. അടിപൊളി ക്ലൈമറ്റ്. നേരെ പോകാൻ ഒരു നാക്ക് ഉണ്ട്. അത് ഈ കുതിരക്കാർക്ക് മൊത്തം അതിങ്ങനെ ഒന്ന് കാല് കൊണ്ടൊന്ന് സെറ്റപ്പ് ആക്കണം. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ സ്പീഡിൽ പോകും. ബ്രേക്ക് വലിച്ചാൽ മതി. ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത്? പുല്ലിന്റെ പുറകെയല്ല, പെണ്ണിന്റെ പുറകെയാണ്. ഇതെന്താ ഇതെന്താടാ ഇന്ത്യക്കാര് വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കുന്നത്? എനിക്ക് മനസ്സിലായി അണ്ണാ, എനിക്ക് പുരിഞ്ചത്. ഓക്കെ സൂപ്പർ കലക്കിട്ടെ. അണ്ണാ നീ ഏതാ റൂട്ട്? ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കറങ്ങണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണ്. സ്ട്രൈറ്റ് അല്ലേ? ഓക്കെ ലെഫ്റ്റ് റൈറ്റാ? ഓക്കെ. എടാ ബ്രേക്ക് ഇത് രണ്ടും കൂടി വലിക്കണോ? കണ്ടോ അങ്ങനെ ഇതിന്റെ മേളിൽ ഇറങ്ങി. എനിക്ക് നല്ല എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അമീന് ഒരു ഗൈഡ് കൂടെ ഉണ്ട്. അമീന് സ്വന്തമായിട്ട് കുതിര ഓട്ടാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ ഗോപ്രോയില് സാധനം ഉണ്ട്. എനിക്ക് മനസ്സിലായി, സെറ്റപ്പ് മനസ്സിലായി. ഇവ പേര് അണ്ണാ, ഇവ ജൂസി. ഇവൻ പേര് ജൂസി, കുതിരന്റെ പേര് ജൂസി. ആ കുതിര പേര് സുൽത്താന. ഇത് മെയിലാ ഫീമെയിലാ? ഫീമെയിൽ. ചവിട്ടും. പക്ഷെ ഇത് നല്ല കുതിരയായിരുന്നു. സുൽത്താന. ഇതാണ് ഞാൻ ഓടിച്ചത്. ജൂസി എന്നാണ് പേര്. കുതിരക്ക് ഒരു അനുസരണയില്ല. എന്നെ കൊണ്ട് ഓടി, ഞാൻ പോയി കവന്നടിച്ച് വീഴുന്നു വിചാരിച്ച്. വായിക്കൊണ്ട് അന്ത അണ്ണം വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തി. സംഭവം രസമുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞ സമയവും ഇതായിട്ടൊരു ബന്ധമല്ല. 15 മിനിറ്റ് പറഞ്ഞിട്ട് ഒരു 8 മിനിറ്റ് തികച്ചു പോയോന്ന് അറിയൂല. അതെ, അത് മാത്രല്ല ഇവിടെ ഇല്ല അല്ലേ, നമ്മള് അധികം സമയം കിട്ടിയില്ല.
മെയിൻ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കുതിര വീഡിയോ, അതായത് ഊട്ടി വീഡിയോ ഇതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കുതിര ഓടിക്കായിരുന്നു മെയിൻ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പീസ് ഔട്ട്.